നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലി 3ാമത്തെ യൂണിറ്റ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം എം മുകുന്ദൻ എഴുതിയ അമ്മമ്മ എന്ന കഥ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, കാലവും കാഴ്ചപ്പാടും. മോനെ, ആ മിനി ഉരലിങ് എടുത്താട്ടെ. കൃപാകര, നിന്നെ പോലെ ഞാൻ ബോംബെയും കൽക്കത്തയും ഒന്നും കണ്ടിട്ടില്ല. എന്നാലും ഈ അമ്മമ്മയ്ക്ക് കുറേശ്ശെ ഇംഗ്ലീഷെല്ലാം അറിയാം. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായി കാണണം. ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്ക്. മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. മുകളിൽ കൊടുത്ത വാക്യങ്ങളും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കുക. വാർദ്ധക്യം സാധാരണയായി ഒറ്റപ്പെടലിൻ്റെയും ശാരീരിക അസ്വസ്ഥതകളുടെയും പ്രതീകമായി സമൂഹം കാണാറുണ്ട്. എന്നാൽ എം മുകുന്ദൻ്റെ കഥയിലെ അമ്മമ്മ ആ പതിവ് ധാരണയെ പൂർണ്ണമായി തകർക്കുന്ന ഒരു കഥാപാത്രമാണ്. കാലത്തിനൊപ്പം ജീവിക്കുകയും കാലത്തിനപ്പുറം ചിന്തിക്കുകയും ചെയ്യുന്ന അമ്മമ്മ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണെന്ന് കഥയിലൂടെ എഴുത്തുകാരൻ വ്യക്തമാക്കുന്നു. സാമൂഹിക മാറ്റങ്ങൾ പൊതുവെ കുട്ടികളും യുവാക്കളുമാണ് എളുപ്പത്തിൽ സ്വീകരിക്കുന്നത്. പ്രായമായവർ ഇത്തരം മാറ്റങ്ങളെ എതിർക്കാറുണ്ട്. എന്നാൽ അമ്മമ്മ ഇതിന് വിപരീതമായി പുതിയ ഭക്ഷണ രീതികളും സംഗീതവും ജീവിതശൈലിയും സ്വീകരിക്കുന്നു. ചോറും സാമ്പാറും ഒഴിവാക്കി ന്യൂഡിൽസും ചിക്കൻ ചില്ലിയും കഴിക്കുന്നതും MS സുബ്ബലക്ഷ്മിയുടെ കീർത്തനത്തിനു പകരം അബ്ബയുടെ ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. മദിരാശി കണ്ടിട്ട് എന്താ കാര്യം? കാണണമെങ്കിൽ ദുബായി കാണണം എന്ന അമ്മമ്മയുടെ വാക്കുകൾ അവരുടെ ലോകബോധവും പുതുമയോടുള്ള സമീപനവും വ്യക്തമാക്കുന്നു. പ്രായം ഒരു തടസ്സമല്ലെന്നും പഠിക്കാനും മാറാനും കഴിയുമെന്ന് അമ്മമ്മ തെളിയിക്കുന്നു. അമ്മമ്മയുടെ ഈ നൂതന സമീപനം കൃപാകരനെയും കാലത്തിനൊത്തു മാറാൻ പ്രേരിപ്പിക്കുന്നു. അമ്മമ്മയെ വീട്ടിൽ വിട്ട് മടങ്ങുമ്പോൾ ലോകം തന്നെ മാറിയതായി കൃപാകരന് തോന്നുന്നു. മാറുന്ന കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ തയ്യാറാകുന്ന വാർദ്ധക്യത്തിൻ്റെ പുതു കാഴ്ചപ്പാടാണ് അമ്മമ്മ അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, അമ്മമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ നിർമ്മിക്കുക. സംഘം തിരിഞ്ഞ് ചോദ്യോത്തര മത്സരം നടത്തുക. ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം, അമ്മമ്മയെ കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന വ്യക്തിയായി കാണാൻ കാരണം എന്ത്? പുതുമകളോടുള്ള അമ്മമ്മയുടെ സമീപനം കഥയിലെ ഏത് സന്ദർഭങ്ങളിലൂടെ വ്യക്തമാകുന്നു? ഭക്ഷണ രീതിയിൽ അമ്മമ്മ കാണിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? സംഗീതത്തോടുള്ള അമ്മമ്മയുടെ സമീപനം അവരുടെ വ്യക്തിത്വത്തെ എങ്ങനെ വെളിപ്പെടുത്തുന്നു? ഇംഗ്ലീഷ് വെക്ക്, അബ്ബയുണ്ടെങ്കിൽ അത് വെക്കൂ എന്ന വാക്യം അമ്മമ്മയുടെ സ്വഭാവത്തെ എങ്ങനെ വ്യക്തമാക്കുന്നു? അമ്മമ്മയുടെ ലോകബോധം വ്യക്തമാക്കുന്ന സംഭാഷണങ്ങൾ കഥയിൽ ഏവ? പ്രായം അമ്മമ്മയുടെ ചിന്തയെയും ജീവിതശൈലിയെയും എങ്ങനെ ബാധിച്ചിട്ടില്ലെന്ന് വിശദീകരിക്കുക. അമ്മമ്മ കൃപാകരനിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അമ്മമ്മയെ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി കാണാൻ കാരണമെന്ത്? വാർദ്ധക്യത്തെക്കുറിച്ചുള്ള സാധാരണ ധാരണകളെ അമ്മമ്മയുടെ കഥാപാത്രം എങ്ങനെ ചോദ്യം ചെയ്യുന്നു? ഇത്തരത്തിൽ ചോദ്യങ്ങൾ നിർമ്മിച്ച് ചോദ്യോത്തര മത്സരം സംഘടിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കണ്ടെത്താം, പ്രയോഗിക്കാം. അമ്മമ്മ ചെല്ലം മുന്നിൽ വെച്ച് മുറുക്കാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു. വട്ടം കൂട്ടുക എന്ന നാടൻ പ്രയോഗത്തിലൂടെ അമ്മമ്മയുടെ വെറ്റില മുറുക്കാനുള്ള തയ്യാറെടുപ്പിനെ സൗന്ദര്യാത്മകമായി അവതരിപ്പിച്ചത് കണ്ടല്ലോ. ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ കണ്ടെത്തുക, അവയുടെ അർത്ഥം വിശദീകരിക്കുകയും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുക. വട്ടം കൂട്ടുക എന്നാൽ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുക എന്നതാണ്. അത്താഴത്തിനു ശേഷം അവർ ഉറങ്ങാനുള്ള വട്ടം കൂട്ടി. അടുത്തത് കോപ്പ് കൂട്ടുക. അർത്ഥം ഒരു കാര്യത്തിന് ആവശ്യമായ സാമഗ്രികളും മനസ്സും ഒരുക്കുക എന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് മുന്നോടിയായി കുട്ടി ആവശ്യമായ പുസ്തകങ്ങളും കുറിപ്പുകളും ഒതുക്കി കോപ്പ് കൂട്ടി. ഉരുകിപ്പോയി.
വികാരാധീനനാവുക, മനസ്സ് മൃദുവാകുക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥം. വാക്യം: മകൻ്റെ സ്നേഹവാക്കുകൾ കേട്ട് അമ്മയുടെ മനസ്സ് ഉരുകിപ്പോയി. ചോര നീരാക്കുക, അത്യധികം പരിശ്രമിക്കുക. വാക്യം: മക്കളുടെ വിദ്യാഭ്യാസത്തിനായി അച്ഛൻ ചോര നീരാക്കി. ചിരിച്ചു തള്ളുക, ഗൗരവമില്ലാതെ കാണുക. വാക്യം: പത്രക്കാരുടെ ചോദ്യത്തെ മന്ത്രി ചിരിച്ചു തള്ളി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപന്യാസം: വാർദ്ധക്യം അവസ്ഥയാണ്, ശാപമല്ല. അവരെ ഒറ്റപ്പെടുത്തുകയല്ല, ചേർത്തു നിർത്തുകയാണ് വേണ്ടത്. വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. വ്യക്തിഗതമായി തയ്യാറാക്കിയത് ഗ്രൂപ്പിൽ വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ സഹായത്തോടെ വിലയിരുത്തി മെച്ചപ്പെടുത്തുമല്ലോ. സൂചനകൾ: വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ, പുതുതലമുറയുടെ കാഴ്ചപ്പാട്, ചേർത്തുപിടിക്കലിൻ്റെ ആവശ്യകത, സമൂഹത്തിൻ്റെ മനോഭാവം. വാർദ്ധക്യം ജീവിതത്തിൻ്റെ സ്വാഭാവിക ഘട്ടമാണ്. അത് ഒരു ശാപമല്ല, മറിച്ച് അനുഭവങ്ങളാൽ സമ്പന്നമായ ഒരു അവസ്ഥയാണ്. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ വയോജനങ്ങളെ പലപ്പോഴും അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകൾ കാണാം. വയോജനങ്ങളെ ഒറ്റപ്പെടുത്തുകയല്ല, സ്നേഹത്തോടെ ചേർത്തു നിർത്തുകയാണ് നമ്മുടെ കടമ. വയോജനങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ശക്തമായ അടിത്തറയാണ്. ജീവിതത്തിൽ അവർ സമ്പാദിച്ച അനുഭവങ്ങളും അറിവുകളും യുവതലമുറയ്ക്ക് വലിയ മാർഗനിർദ്ദേശങ്ങളാണ്. കുട്ടികളുടെ വളർച്ചയിൽ നല്ല മൂല്യങ്ങളും സംസ്കാരവും നൽകുന്നതിൽ മുതിർന്നവരുടെ പങ്ക് വളരെ വലുതാണ്. വയസ്സാകുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അപ്പോൾ കുടുംബാംഗങ്ങളുടെ പരിചരണവും സ്നേഹവും അവർക്ക് അത്യാവശ്യമാണ്. അവഗണനയും ഒറ്റപ്പെടലും വയോജനങ്ങളെ മാനസികമായി തളർത്തും. എന്നാൽ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പിന്തുണ ലഭിക്കുമ്പോൾ അവർ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കും. സമൂഹവും സർക്കാരും വയോജനങ്ങളുടെ സംരക്ഷണത്തിന് മുൻഗണന നൽകണം. നല്ല ആരോഗ്യ സൗകര്യങ്ങളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവർക്ക് ലഭ്യമാക്കണം. കൂടാതെ യുവതലമുറയിൽ വയോജനങ്ങളോടുള്ള ബഹുമാനവും കരുണയും വളർത്തേണ്ടതുണ്ട്. വയോജനങ്ങൾ സമൂഹത്തിന് ഭാരമല്ല, മറിച്ച് അനുഭവങ്ങളുടെ അമൂല്യ സമ്പത്താണ്. അതിനാൽ വയോജനങ്ങളെ സ്നേഹത്തോടെ ചേർത്തു നിർത്തുക എന്നതാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ ലക്ഷണം. അടുത്ത ചോദ്യം: മൊഴിമാറ്റം. മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രചോദിപ്പിക്കുന്ന വാക്കുകൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വായിച്ചല്ലോ. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന വാക്യം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുക. സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം വിന്നിങ്. വെൻ യു ഗോ ത്രൂ ഹാർഡ്ഷിപ്സ് ആൻഡ് ഡിസൈഡ് നോട്ട് ടു സറണ്ടർ, ദാറ്റ് ഈസ് സ്ട്രെങ്ത്. മഹാത്മാഗാന്ധി. ഇതിനെയാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യേണ്ടത്. ശക്തി വിജയത്തിൽ നിന്നല്ല ജനിക്കുന്നത്, കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും കീഴടങ്ങാൻ തീരുമാനിക്കാതിരിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി. മഹാത്മാഗാന്ധി. അടുത്തത് സിജു ചെറുതാഴം എഴുതിയ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്നൊരു ലേഖനമാണ്. അതിനു താഴെയായി ഒരു ചർച്ചാക്കുറിപ്പ് ചോദ്യമായി കൊടുത്തിട്ടുണ്ട്. സിഷ്ണയുടെ ജീവിതാനുഭവം വായിച്ചല്ലോ. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന് അവളെ വിശേഷിപ്പിച്ചത് എന്തുകൊണ്ടാവാം? ഈ പാഠഭാഗം നമുക്ക് നൽകുന്ന തിരിച്ചറിവ് എന്താണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സിഷ്ണ ആനന്ദിൻ്റെ ജീവിതം മനുഷ്യൻ്റെ ആത്മശക്തിയുടെ ഉദാത്ത ഉദാഹരണമാണ്. കാഴ്ചയില്ലായ്മ, കേൾവി, സംസാരശേഷിയില്ലായ്മ എന്നീ പരിമിതികൾ ഉണ്ടായിട്ടും അവയെ മറികടന്ന് വിജയത്തിലേക്ക് ഉയർന്നതിനാലാണ് അവളെ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹെലൻ കെല്ലറിനെ പോലെ തന്നെ സിഷ്ണയും സ്പർശഭാഷയും ബ്രെയിൻ ലിപിയും ഉപയോഗിച്ച് പഠിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തു. നൃത്തം, കമ്പ്യൂട്ടർ ഉപയോഗം, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ സിഷ്ണ കൈവരിച്ച നേട്ടങ്ങൾ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും തെളിവാണ്. അതോടൊപ്പം അവളുടെ വിജയത്തിന് പിന്നിൽ മാതാപിതാക്കളുടെ അചഞ്ചലമായ പിന്തുണയും സമർപ്പണവും നിർണായകമാണ്. ഈ പാഠഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ശാരീരിക പരിമിതികൾ ജീവിത വിജയത്തിന് തടസ്സമല്ലെന്ന സത്യമാണ്. ശക്തമായ മനസ്സും പരിശ്രമവും ഉണ്ടെങ്കിൽ അസാധ്യമൊന്നുമില്ലെന്ന തിരിച്ചറിവാണ് സിഷ്ണയുടെ ജീവിതം നമ്മിൽ ഉണർത്തുന്നത്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.